താരതമ്യം ചെയ്യുന്നത് എന്തിനാണ്? കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ജഡ്ജിങ് അതിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് കമ്പാരിസൺ? താരതമ്യം ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യും. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വേറെ ആളുകളുമായിട്ട് താരതമ്യം ചെയ്യും. എന്തിലൊക്കെയാണ്? ഓരോരുത്തർ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട്, ഒരാളുടെ ജോലിയെ പറ്റിയിട്ട്, വീടിനെ പറ്റിയിട്ട്, സ്കിൽസിനെ പറ്റിയിട്ട്, ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട്, അതുപോലെ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിൽ മാർക്കുകൾ കമ്പയർ ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബി ഇൻ അവർ ക്ലിയർ മൈൻഡ് ലൈക്ക് വി ഓൾ ആർ ഡിഫറെൻറ്റ്. നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എന്നെ പോലെയല്ല കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലേ? അപ്പോൾ നമ്മളുടെ സ്കില്ലുകൾ വേറൊരാളുടെ സ്കില്ലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പക്ഷികൾ, ഇവരുടെ സ്കിൽ എന്താണ്? ഇവരുടെ കേപ്പബിലിറ്റി ദേ ക്യാൻ ഫ്ലൈ അല്ലേ? അവർക്ക് പറക്കാൻ കഴിയുന്നുണ്ട്. ചിറകുകൾ വീശി ആകാശത്തിന് മേലെ പറക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? പക്ഷേ ഇപ്പം ഞാൻ എന്നിട്ട് പറയാണ്, ഓ, ഇവർക്ക് വല നെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ എട്ടുകാലിയുടെ പോലെ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് തരം കമ്പാരിസൺ ആണ് അല്ലേ? ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എട്ടുകാലി നന്നായി വല നെയ്യുന്ന ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ എട്ടുകാലിയുടെ പോലെ ഈ പറക്കുന്ന പക്ഷികൾക്ക് വല നെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ചിരി വന്നിട്ടുണ്ടാവും അല്ലേ? അതുപോലെയാണ് പലരും കമ്പയർ ചെയ്യുന്നത്. ഒരാളുടെ സ്കില്ലിനെ പറ്റി മറ്റൊരാൾ കമ്പയർ ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറയാണ്, ഈ ബേർഡ്സൊക്കെ ഇങ്ങനെ പെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ എട്ടുകാലിക്ക് ഇതുപോലൊന്നും നടക്കാനോ പറക്കാനോ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതും ഒരു ഫൂളിഷ് കമ്പാരിസൺ അല്ലേ? ഓരോരുത്തരുടെ സ്കില്ലും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരും യുണീക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ജഡ്ജിങ് കമൻസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ചില ആളുകൾ കമ്പയർ എന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറം നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, വല്ലപ്പോഴും നാട്ടിൽ വരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് വീടില്ലല്ലോ, നിങ്ങളെന്താ വാഗബോണ്ടാണോ? ഇതെൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ബിക്കോസ് അവരിവിടെ നാട്ടിൽ വന്നിട്ട് വീട് വെച്ച് താമസിക്കേണ്ട ഒരു കണ്ടീഷൻ അവർക്ക് ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരോട് തൊട്ടപ്പുറത്തെ നൈബർ പറഞ്ഞിട്ടുള്ളതാണ്, യു ആർ എ വാഗബോണ്ട്. അപ്പോൾ ഈ വാഗബോണ്ടിൻ്റെ അർത്ഥം എൻ്റെ ഫ്രണ്ടിന് അറിയില്ല. അതിന് ഡിക്ഷണറിയൊക്കെ നോക്കി കണ്ടുപിടിച്ചാൽ മനസ്സിലായി, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ എന്നാണ് ആൾ പറഞ്ഞത് ആന്തരാർത്ഥം. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വീടില്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യൻ എന്നാണ് അവർ ഉദ്ദേശിച്ചത് ആയിരിക്കാം ഇങ്ങനൊരു കമ്പാരിസൺ. കാരണം അവർക്കൊരു വീടുണ്ട്, നല്ലൊരു വെൽ സെറ്റപ്പ് ഉണ്ട്. സോ ദേ ക്യാൻ ടെൽ എനിത്തിങ് ടു ദ അതർ പേഴ്സൺ. അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡ്, ഒരു ജഡ്ജിങ് മെൻറ്റാലിറ്റിയാണ് അല്ലേ? ഇനി ഇപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജഡ്ജിങ് എന്നുള്ളത് കമ്പാരിസണേക്കാളും കൂടുതൽ ജഡ്ജിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താരതമ്യം ചെയ്യുക, വെറുതെ താരതമ്യം ചെയ്യാം. ഒരു കുട്ടിയുടെ മാർക്ക് വേറൊരു കുട്ടിയുടെ മാർക്കായിട്ട് താരതമ്യം ചെയ്യുക. സത്യം പറഞ്ഞാൽ ഫൈനൽ എക്സാമിൻ്റെ മാർക്കൊന്നും ഒരാളെ നിശ്ചയിക്കുന്നതല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ മുതിർന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ താരതമ്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ്. അവർക്ക് ഈ താരതമ്യ പഠനത്തിൽ അവർ വളരെയധികം ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നും. ഒരു കുട്ടിയുടെ കഴിവല്ല മറ്റൊരു കുട്ടിക്കുള്ളത്. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഒരു 40സിലുള്ള ആളുകൾ ആണെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് ചിന്തിച്ചാൽ മതി. നമ്മുടെ ഒരു റിസൾട്ട് വരും, നമ്മളൊരു പബ്ലിക് എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് ആ റിസൾട്ട് അനുസരിച്ചാണ് ആ കുട്ടീനെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ ആ റിസൾട്ട് അല്ല അവൻ, അല്ലെങ്കിൽ ആ റിസൾട്ട് അല്ല അവൾ. അപ്പം ഗ്രേഡിംഗ് സിസ്റ്റം വന്നിട്ടും പിന്നെ അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റം വന്നിട്ടും ഇപ്പോഴും ഫസ്റ്റ് എവിടെയാ, സെക്കൻഡ് എവിടെയാ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് കിട്ടി, ഇതൊക്കെ അറിയാനാണ് ആളുകൾക്ക് ആഗ്രഹം. എന്നാൽ ആ കുട്ടി കടന്നു വന്ന അല്ലെങ്കിൽ കടന്നുപോയ ചുറ്റുപാടുകളെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി അടുത്തത് സ്കിൽസ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു ലേഡി നന്നായിട്ട് വീടൊക്കെ റൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ ലേഡി വീട് റൺ ചെയ്യുന്ന ആ ഒരു കാര്യം ആരും കാണില്ല. അവൾ ജോലിക്ക് പോയില്ലല്ലോ എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇനി ജോലിക്ക് പോണ ലേഡീനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, ആ, അവൾക്ക് വീട് നോക്കാനോ കുക്ക് ചെയ്യാനോ അറിയില്ല എന്നുള്ളത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ താരതമ്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് എടുക്കാം കേട്ടോ. അതൊരു ലേണിംഗ് ഫേസ് ആയിട്ട് എടുക്കാം. അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസൺസ് ഇറ്റ് ഈസ് പ്രോഗ്രസീവ് എന്ന് പറയാം. പക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള
ഇത്തരം സംഭാഷണങ്ങൾ കോൺഷ്യസ്ലി ഒഴിവാക്കുക. ഇനി ചില ആളുകൾ നമ്മുടെ പിന്നാലെ നടന്ന് കമ്പയർ ചെയ്യാണ്, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഹോവറിങ് ബേർഡ്സ് പോലെ ഇങ്ങനെ നടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് അൺനെസസറി ടോക്സ്? നമുക്കറിയാം അൺനെസസറി ആണ് ഈ ടോക്ക് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ താരതമ്യം ചെയ്യുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വീടിനെ പറ്റിയിട്ട്, ജോലിയെ പറ്റിയിട്ട്, പിന്നെ ലൈഫ് കേട്ടോ. ചില ആളുകളുടെ ലൈഫ് ജീവിതത്തെ പറ്റി കമ്പയർ ചെയ്യും. അവർ എത്ര സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്, അത് നമ്മൾ അവനവൻ തന്നെ കമ്പയർ ചെയ്യും കേട്ടോ. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനമില്ലല്ലോ അങ്ങനെ പറയും. അപ്പോൾ ഇത് കമ്പാരിസൺ ആണോ ജഡ്ജിങ് ആണോ നമ്മൾ ആദ്യം മനസ്സിലാക്കണത്. കാരണം ജഡ്ജിങ് ആകുമ്പോൾ ഒരു വെബ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണ പോലെയാണ്. ഒന്നിന്ന് ലിങ്ക് ചെയ്ത് അടുത്തേക്ക്, അടുത്തുനിന്ന് ലിങ്ക് ചെയ്ത് മറ്റേതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യണത് ഒരു പ്രോഗ്രസീവ് മോഡിലാണെങ്കിൽ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന് അത് പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നുള്ളൊരു ചിന്ത, അതൊരു നമുക്കൊരു പ്രോഗ്രസീവ് ഇതിലെടുക്കുകയാണെങ്കിൽ കമ്പാരിസൺ ഈസ് വെൽ ആൻഡ് ഗുഡ് എന്ന് പറയാം. പക്ഷേ ജഡ്ജിങ് ആണെങ്കിൽ അത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മുടെ സ്കിൽസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ വീട്, നമ്മുടെ ലൈഫ്, ഇതൊക്കെ വെച്ചിട്ട്. സോ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ്? എങ്ങനെ നമുക്കിതൊന്ന് പുറത്തു കടക്കാൻ പറ്റും? ആളുകൾ നമ്മളെ ജഡ്ജിങ്, അവരുടെ ഗോഗിൾസ് വെച്ചിട്ട്, അവരുടെ കണ്ണാടി വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒബിയസ്ലി നമ്മളുടെ മെൻറ്റാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഓൺ അവർ ഗ്രോത്ത്. നമ്മൾ നമ്മുടെ ഗ്രോത്തിൽ ശ്രദ്ധിക്കുക. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ വിടാന്നുള്ളത്. അത്രയുള്ള നയങ്ങളെ നടക്കുകയുള്ളൂ. പിന്നെ ചില ആളുകളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ദേ കീപ്പ് ഓൺ ജഡ്ജിങ്. പ്രത്യേകിച്ച് ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകൾ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ലെറ്റ് ഇറ്റ് ഗോ. അതൊരു കാര്യം, അതവിടെ അവർ പറഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കാം. ഇനി പിന്നെ എങ്ങനെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും? നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുക. നമ്മൾ യുണീക്കാണ്, നമ്മുടെ കഴിവുകൾ യുണീക്കാണ്. ഇപ്പോൾ ആ ബേർഡ്സിൻ്റെ പറഞ്ഞ പോലെ ആ ബേർഡ്സിന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് എ യുണീക്ക് കേപ്പബിലിറ്റി. അത് സ്പൈഡറിന് വെബ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്പൈഡർ വെബ് ഉണ്ടാക്കാനായിട്ട് സ്പൈഡറിന് പറ്റുന്നുണ്ട്, അല്ലേ? എത്ര ഡിസൈൻസാണ് ഓരോ സ്പൈഡർ സ്പീഷീസും ഉണ്ടാക്കുന്നത്. അപ്പം ഓരോ വ്യക്തിക്കും, ഓരോ അനിമൽസിനും, ഓരോ പ്ലാന്റ്സിനും, അല്ലെങ്കിൽ ഈ ഭൂലോകത്തുള്ള എല്ലാവർക്കും ഒരു യുണീക്നെസ് ഉണ്ട്. സോ വി കനോട്ട് കമ്പയർ പീപ്പിൾ, വി കനോട്ട് കമ്പയർ ദെയർ സ്കിൽസ്, വി കനോട്ട് കമ്പയർ ദെയർ ക്വാളിഫിക്കേഷൻ, വി കനോട്ട് കമ്പയർ ദെയർ മാർക്സ്, വി കനോട്ട് കമ്പയർ ദെയർ ലിവിങ് സിറ്റുവേഷൻസ്. സോ എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്, എവ്രി വൺ ഈസ് യുണീക്ക്. സോ അത് നമ്മുടെ മൈൻഡിൽ ഉൾക്കൊള്ളുക. കമ്പയർ ചെയ്യുന്ന ആൾക്കാർ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും, ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഡോണ്ട് ലൂസ് കോൺഫിഡൻസ്. നമ്മളുടെ കോൺഫിഡൻസ് ആണ് നമ്മളുടെ ലെവൽ, അല്ലേ? സോ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് അപ്പാർട്ട്. അവർ അങ്ങനെയാണ്, അല്ലെങ്കിൽ അത്തരം ആളുകൾ അങ്ങനെയാണ്, ആൻഡ് അവരങ്ങനെ ആയിക്കോട്ടെ. നമുക്കെന്താ, നമ്മൾ നമ്മുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാം. സോ എനിക്ക് തന്നെ ചോദിക്കുന്നത്, എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്, എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുപോലെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമ്പോൾ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടം പോലെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. ഇനി ഇത്തരം വീഡിയോകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ജിത.